अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फअऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين गुज़श्ता से पिछले जुमे मैंने बताया था कि हज़रत കഴിഞ്ഞ ഖുത്ബയിൽ की विलादत बसादत के हवाले से തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ पाकिस्तान में ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. और जुलूस അന്ന് റബിയുൽ അവൽ 12 जिनमें പാകിസ്ഥാനിൽ നബിദിന സമ്മേളനങ്ങളും ഘോഷയാത്രയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. मैंने कहा था कि है മുമ്പുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അതിൽ रसूल का कम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ കുറവായിരിക്കുമെന്നും പാകിസ്ഥാനിൽ പ്രത്യേകിച്ചും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിലും ജമാഅത്തിനെതിരിലും അസഭ്യങ്ങളും ചീത്തവിളികളും മാത്രമായിരിക്കും കൂടുതലും ഈ അവസരങ്ങളിൽ ഉണ്ടാകുക എന്നും പറഞ്ഞിരുന്നു. रिपोर्ट्स आई പ്രത്യേകിച്ച് റബവയിൽ ഇതായിരിക്കും അവസ്ഥ. അവിടെ നിന്ന് വന്ന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെയാണ് എല്ലാം നടന്നതെന്നാണ്. ഘോഷയാത്രകൾ അവിടെ സംഘടിപ്പിക്കപ്പെട്ടു, സമ്മേളനങ്ങൾ നടന്നു, നമ്മുടെ തെരുവീഥികളിലൂടെ അവർ പോവുകയും അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. എന്നാൽ അഹമ്മദികൾക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും നാമം പോലും ഉച്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. ഏതായിരുന്നാലും ദുഷ്ടരായ പണ്ഡിതരുടെ പ്രവൃത്തിയാണിത്. इन नाम निहाद उलमा के ഈ നാമധാരികളായ പണ്ഡിതവർഗത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും गालियां बकना സമൂഹത്തിന് രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസഭ്യം പുലമ്പുക എന്നത് ഈ നാമധാരികളുടെ ശീലമാണ്. അതവർ ചെയ്തുകൊണ്ടിരിക്കും. की गालियां बकें ഇവരുടെ या रोकें डालें അസഭ്യം പുലമ്പലും ജമാഅത്തിനെ തടയുന്നതൊന്നും തന്നെ ജമാഅത്തിന്റെ പുരോഗതിയെ ഒരു തരത്തിലും തടയാൻ സാധ്യമല്ല. पहले से आगे बढ़ाती है। ഇവരുടെ ഓരോ എതിർപ്പും ജമാഅത്തിന്റെ പുരോഗതിയിലേക്ക് വേഗത കൂട്ടുകയാണ് ചെയ്യുന്നത്. सलाम की चंद तहरीरात ഇപ്പോൾ ഞാൻ सामने रखूंगा। ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം, अपने आका व സ്ഥാനമഹാത്മ്യം, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ യജമാനനും ഗുരുവുമായ തിരുനബിയോടുള്ള സ്നേഹാദരങ്ങൾ, ഈമാനിക രോഷം ये मुखालफीन हैं। എല്ലാം ഇതിൽ നിന്നും പ്രകടമാകുന്നതാണ്. एक तरफ ചീത്ത വിളിക്കുന്ന മുല്ലാവർഗത്തെ ഒരു ഭാഗത്ത് വെക്കുക, जो किस तरह മറുഭാഗത്ത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വീക്ഷിക്കുക.
അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ഏതു രീതിയിലാണ് വിവരിക്കുന്നത് എന്ന് നോക്കുക. फजीलत बयान फरमाते സർവ പ്രവാചകന്മാരിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, वो नबी है कि जो दुनिया സകല പ്രവാചകന്മാരെക്കാളും यानी वो ശ്രേഷ്ഠനായ പ്രവാചകൻ മാനവരാശിയുടെ സമുന്നതനായ അധ്യാപകനാണ്. അദ്ദേഹം മുഖേന ലോകത്തുണ്ടായിരുന്ന വലിയ കുഴപ്പങ്ങൾ സംസ്കരിക്കപ്പെടുകയുണ്ടായി. കളഞ്ഞു പോവുകയും അകന്നു പോവുകയും ചെയ്തിരുന്ന തൗഹീദിനെ അദ്ദേഹം ഭൂമിയിൽ പുനഃസ്ഥാപിച്ചു. हुज्जत और दलील से मगलूब करके വ്യാജമായ സർവമതങ്ങളെയും തെളിവുകളാലും ന്യായവാദങ്ങളാലും പരാജയപ്പെടുത്തിക്കൊണ്ട് വഴികേടിലായ എല്ലാവരുടെയും സംശയങ്ങൾ അകറ്റുകയുണ്ടായി. എല്ലാ നിർമ്മതവാദിയുടെയും സന്ദേഹങ്ങൾ അകറ്റുകൊടുക്കുകയുണ്ടായി. യഥാർത്ഥ തത്വങ്ങളുടെ വിജ്ഞാനം നൽകിക്കൊണ്ട് മോക്ഷത്തിന്റെ യഥാർത്ഥ മാർഗം നവമായ രീതിയിൽ നൽകുകയുണ്ടായി. सबसे ज्यादा है ഇതു കാരണം ഇദ്ദേഹത്തിന്റെ ഗുണങ്ങളും പ്രയോജനങ്ങളും ഏറ്റവും കൂടുതലാണ്. ഇദ്ദേഹത്തിന്റെ പദവിയും സ്ഥാനമാത്മ്യവും ഏറ്റവും കൂടുതലാണ്. और जिनकी आंखें हैं वो ഈ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായിരുന്ന പ്രവാചകൻ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് ചരിത്രവും ദൈവിക ഗ്രന്ഥങ്ങളും സാക്ഷ്യം പറയുകയും കണ്ണുള്ളവർ കാണുകയും ചെയ്യുന്നുണ്ട്. ബറാഹിനെ അഹ്മദിയ. फिर हजरत सल्लल्लाहु अलैहि वसल्लम के अखलाक करीमा की अजमत बयान फरमाते തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ हैं। मसीह मौद अलैहिस्सलाम फरमाते हैं സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് പറയുന്നു, और हिल्म में ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുന്നു, नबियों से सबकत लेकर ഹദ്രത്ത് മൂസ സൗശീല്യത്തിലും സഹനശീലത്തിലും ബനു ഇസ്രായേലിലെ സകല പ്രവാചകന്മാരെക്കാളും മുൻകടന്നിരുന്നു. ബനു ഇസ്രായേൽ तक पहुंच മസീഹോ മറ്റേതെങ്കിലും നബിയോ മൂസ നബിയുടെ ഉന്നത സ്ഥാനം വരെ എത്തിയിരുന്നില്ല. അലിവിലും സഹനശീലത്തിലും സൽസ്വഭാവത്തിലും മറ്റെല്ലാം ഇസ്രായേൽ പ്രവാചകന്മാരെക്കാളും ഉന്നതനും വിജയശ്രീ ലാളിതനുമായിരുന്നു മൂസ എന്ന് തൗറാത്തിൽ കാണാവുന്നതാണ്. आयत में लिखा है സംഖ്യാപുസ്തകം അധ്യായം 12 വചനം 3 നമുക്ക് ഇങ്ങനെ കാണാം, മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. कि ऐसी तारीफ की जो बनी इसराइल के ചുരുക്കത്തിൽ ബനി ഇസ്രായേലിലെ മറ്റൊരു പ്രവാചകനെക്കുറിച്ചും സ്തുതിച്ചു പറയാത്ത രീതിയിൽ തൗറാത്തിൽ മൂസ നബിയുടെ സൗമ്യശീലത്തെക്കുറിച്ചും തൗറാത്തിൽ വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ടത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കാളും 1000 മടങ്ങ് ഉന്നതമാണ്. കാരണം അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞത് സകല പ്രവാചകന്മാരിലും വ്യത്യസ്തമായി കാണപ്പെടുന്ന എല്ലാ സ്വഭാവ ഗുണങ്ങളുടെയും സമ്മേളിത രൂപമാണ് അദ്ദേഹം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നത് का लाला खुलुक ഇന്നക ലഅല ഖുലുഖിൻ അളീം എന്നതാണ്. अजीम के लफ्ज के साथ जिस चीज की तारीफ നീ ഏറ്റവും അത്യുന്നതമായ സ്വഭാവ ഗുണങ്ങൾ വിരാജിക്കുന്നവനാണ്. അളീം അത്യുന്നതൻ എന്ന വാക്കുകൊണ്ട് ഏതിനെയാണ് വിശേഷിപ്പിക്കുന്നത്? അത് അറബി ശൈലി അനുസരിച്ച് നോക്കുമ്പോൾ ആ വസ്തുവിന്റെ ഏറ്റവും ഔന്നിത്യത്തിലെത്തുന്ന വസ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി ഒരു വൃക്ഷത്തെക്കുറിച്ച് ഇത് അളീം ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വൃക്ഷത്തിൽ എത്ര കണ്ട് വളരാനും പൊക്കം വെക്കാനും തടിക്കാനും എല്ലാം സാധിക്കുമോ അതെല്ലാം ഈ വൃക്ഷത്തിൽ സമ്മേളിച്ചിരിക്കുന്നു എന്നാണ്. ഇതേപോലെ സൽസ്വഭാവത്തിന്റെയും സൽപെരുമാറ്റത്തിന്റെയും ഔന്നത്യം कामला तामा नफ्स ഒരു മനുഷ്യ ജീവിക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമോ? സമ്പൂർണ്ണ സൽസ്വഭാവങ്ങൾ അത്രയും മുഹമ്മദ് എന്ന വ്യക്തിയിൽ ഉൾക്കൊള്ളുന്നു എന്നാണ്. ഈ വിശേഷണം അത്യുന്നതമാണ്. ഇതിനേക്കാളും ഔന്നിത്യം ഊഹിക്കാവുന്നതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മറ്റു സ്ഥലത്ത് പറഞ്ഞതും ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പറയുന്നു, വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ, അള്ളാഹുവിന്റെ കൃപ നിന്നിൽ വളരെ അധികമായിട്ടുണ്ട്. ഒരു പ്രവാചകനും നിന്റെ സ്ഥാനത്തോളം എത്താൻ കഴിയില്ല. ഈ ഒരു കാര്യം പ്രവചനമെന്നോണം സങ്കീർത്തനം അധ്യായം 45 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിമഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പറയുന്നു, ആകയാൽ ദൈവം നിന്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിന്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ബറാഹിനെ അഹ്മദിയ. आला दर्जे का नूर हजरत सल्लल्लाहु अलैहि वसल्लम को मिला
करते हुए सैयदना हज़रत मसीह मौऊद अलैहिस्सलाम फरमाते हैं തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച അത്യുന്നതമായ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സയ്യിദന ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യരിൽ വെച്ച് ഏറ്റവും പരിപൂർണമായ മനുഷ്യന് നൽകപ്പെട്ട അതിമഹത്തായ പ്രകാശം ज़मीन के समुद्र മലക്കുകളിലോ നക്ഷത്രങ്ങളിലോ സൂര്യചന്ദ്രാദികളിലോ और अलमास और मोती में भी नहीं था। ഭൂമിയിലുള്ള സമുദ്രങ്ങളിലോ നദികളിലോ മുത്തു മാണിക്യ വൈഢൂര്യ മരതകങ്ങളിലോ കണ്ടെത്താനാവുന്നതല്ല. ചുരുക്കത്തിൽ ഭൗതികമോ ലൗകികമോ ആയ യാതൊന്നിലും അതുണ്ടായിരുന്നില്ല. അത് മനുഷ്യനിൽ, അതായത് പരിപൂർണനായ മനുഷ്യനിൽ മാത്രമേയുള്ളൂ. അതിന്റെ അതിശ്രേഷ്ഠവും പരിപൂർണവും ഉദാത്തവും സർവോത്തരവും അത്യുത്കൃഷ്ടവും ആത്മീയമായി ജീവിച്ചിരിക്കുന്നവരുടെയെല്ലാം നേതാവും ആയ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ മാത്രമാണ് തികവാർന്ന നിലയിൽ പ്രദാനം ചെയ്യപ്പെട്ടത്. ചുരുക്കത്തിൽ ആ പ്രകാശം ആ മനുഷ്യനാണ് നൽകപ്പെട്ടത്. അപ്രകാരം തന്നെ ഒരളവോളം പല നിലയിലും അവിടത്തോട് സാമ്യ സാദൃശ്യങ്ങൾ പുലർത്തുന്ന എല്ലാവർക്കും തന്നെ അത് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തേജോവിലാസം അത്യുന്നതനും പരിപൂർണനും തികവുറ്റവനുമായ നിലയിൽ നമ്മുടെ നേതാവും സ്നേഹഭാജനവും മാർഗദർശിയും ആയ ആ നിരക്ഷര പ്രവാചകൻ, അതേ സത്യവാനും സത്യസാക്ഷ്യനും ആയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലാണ് ദൃശ്യമായിട്ടുള്ളത്. ഇത് സംബന്ധമായി അള്ളാഹു ഇപ്രകാരം വിശുദ്ധ ഖുർആനിൽ അരുൾ ചെയ്യുന്നു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിസാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ വഅന്ന ഹാസാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഊ സുബുല ഫതഫറക ബികും അൻ സബീലിഹി ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറുർ റഹീം. अस्लमतु वजहिया लिल्लाह व उमिरतु अन उस्लिमा लिरब्बिल आलमीन ഫഖുൽ അസ്ലംതു വജ്ഹിയ ലില്ലാഹി വഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ. और मेरी कुर्बानियां അതായത് നീ പറയുക, എന്റെ നമസ്കാരവും ഇബാദത്തിനായുള്ള എന്റെ എല്ലാ പ്രയത്നങ്ങളും എന്റെ ത്യാഗങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം തന്നെ സർവ്വലോക നിയന്താവായ അള്ളാഹുവിനുള്ളതാണ്, അവന്റെ വഴിയിൽ ഉള്ളതാണ്. അവന് ഒരു പങ്കാളിയും ഇല്ല തന്നെ. ഞാൻ അവ്വലുൽ മുസ്ലിമീൻ ആകണമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ലോകാരംഭം മുതൽ ലോകാവസാനം വരെ അള്ളാഹുവിൽ പരിപൂർണമായും അർപ്പണം ചെയ്തുകൊണ്ടുള്ള ഏറ്റവും മഹോന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരു പരിപൂർണ മനുഷ്യൻ അള്ളാഹുവിന്റെ എല്ലാ അമാനത്തുകളും അവനെ തിരിച്ചേൽപ്പിക്കുന്നവൻ ആയിട്ട് മറ്റാരും ഉണ്ടാകാൻ പാടില്ല. खुदा ताला की सारी इमानतें उसको वापस देने वाला हो, उससे मुराद ये है कि अल्लाह ताला ने इंसान के इस जितने भी काम किए हैं അള്ളാഹുവിന്റെ എല്ലാ അമാനത്തുകളും തിരിച്ചു നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകളും ബാധ്യതകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച ബാധ്യതകളും കടമകളും അത് നിറവേറ്റാൻ കഴിയുന്നതിൽ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ അത് ചെയ്ത് തീർക്കുകയുണ്ടായി. നബി തിരുമേനിക്ക് മറ്റു പ്രവാചകന്മാരിൽ പൂർണ്ണമായ ശ്രേഷ്ഠത സ്ഥാപിതമല്ല എന്ന് വാദിക്കുന്ന അറിവില്ലാത്ത ഏകത്വവാദികൾക്ക് ഈ ദൈവവചനം ഒരു മറുപടിയാണ്. തനിക്ക് कि मुझको यूनुस बिन യൂസുബിനു മത്തായിയേക്കാൾ फजीलत दी जाए। ഒരു ശ്രേഷ്ഠതയും കൽപ്പിക്കരുതെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു എന്ന ദുർബലമായ ചില ഹദീസുകൾ കാണിച്ചുകൊണ്ടാണ് ഇക്കൂട്ടർ അത് പറയുന്നത്. പ്രസ്തുത ഹദീസ് സഹിയാണെങ്കിൽ തന്നെ, ഇത് ഹദീസ് ശരിയാണോ എന്ന് നമുക്കറിയില്ല. ഇനി ശരിയാണെങ്കിൽ തന്നെ ഇത് റസൂൽ തിരുമേനി എന്നെന്നും അനുവർത്തിച്ചു വന്നിരുന്ന വിനയം, എളിമ എന്നീ ഗുണങ്ങളുടെ ഒരു ബഹിർപ്രകടനം മാത്രമാണെന്ന് ഈ മൂഢന്മാർ മനസ്സിലാക്കുന്നില്ല. ഓരോന്നിനും ഓരോ സന്ദർഭവും അവസരവുമുണ്ട്. സ്വാത്വികനായ ഒരാൾ വിനയപുരസരം താൻ എഴുതിയ ഒരു ലിഖിതത്തിനടിയിൽ ദൈവത്തിന്റെ ഏറ്റവും എളിയദാസൻ എന്നെഴുതുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ അടിയാറുകളിൽ വെച്ച് അവർ നാസ്തികരോ ദുർനടപ്പുകാരോ ആകട്ടെ ഏറ്റവും താഴ്ക്കടയുള്ള ആളാണെന്ന് പറയുന്നത്. കാരണം അദ്ദേഹം സ്വയം ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് എത്രമാത്രം മണ്ടത്തരവും ഭോഷത്രവുമാണ്. ഈ കാര്യം കൂലങ്കഷമായി ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു പരമപരിശുദ്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തിരുനാമം അവ്വലുൽ മുസ്ലിമീൻ എന്നും തന്റെ അനുസാരികളായ ദാസന്മാരുടെ നായകൻ എന്നും സർവരെക്കാളും പ്രഥമനായി തന്റെ അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കുന്നവൻ എന്നും വിശേഷിപ്പിച്ചിരിക്കെ വിശുദ്ധ ഖുർആനിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ആർക്കെങ്കിലും
നബി തിരുമേനിയുടെ മഹത്വത്തെക്കുറിച്ച് ആക്ഷേപിക്കാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു പ്രസ്തുത വചനത്തിലൂടെ ഇസ്ലാമിൽ വ്യത്യസ്ത പദവികളുണ്ടെന്നും അതിൽ അത്യുന്നതവും മഹത്വമാർന്നതുമായിരിക്കുന്ന അതുല്യമായ പദവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിയാണെന്നും പറയുന്നു. सुभानअल्लाह मा आज़म शानों का या रसूल अल्लाह फरमाते हैं സുബ്ഹാനല്ലാഹി മാ അഅ്ലമ ഷാനുക യാ റസൂലല്ലാഹ്. പറയുന്നു, ഒരു ഫാർസി കവിതയാണ്, മൂസ വൈസ ഹമാ ഖൈലു തു അന്ത് यानी मूसा और ജുംല गिरोह में से हैं. ദലി രാഹ് തുഫേൽ തു അന്ത്. इसरा में മൂസയും ഈസയും എല്ലാ നിന്റെ ഗണത്തിൽപ്പെട്ടവൻ തന്നെയാണ്. എല്ലാവരും നീ മുഖേനയാണ് ഈ മാർഗത്തിൽ നിലനിൽക്കുന്നത്. अपने रसूल को फरमाता है തുടർന്ന് പറയുന്നു, പ്രസ്തുത ആയത്തുകളുടെ തുടർന്നുള്ള തർജ്ജമ ഇതാണ്. അള്ളാഹു തന്റെ റസൂലിനോട് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ അവരോട് പറയുക, എന്റെ പാത നേരായ പാതയാണ്, പ്രസ്തുത പാതയെ പിന്തുടരുക, മറ്റു പാതകളെ പിൻപറ്റരുത്, അവ നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ദൂരപ്പെടുത്തും. നീ അവരോട് പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, അതായത് എന്റെ വഴിയിൽ ചരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ സ്വായത്തമാക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുകയും നിങ്ങളുടെ പാപത്തെ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു പുറത്തു തരുന്നവനും കരുണാവാരിധിയുമാണ്. നീ പറയുക, എന്റെ അസ്തിത്വവും നിലനിൽപ്പും അള്ളാഹുവിന് പരിപൂർണമായും അർപ്പണം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ അർപ്പണം ചെയ്തുകൊണ്ട് സ്വയം ഖാദിമുൽ ആലമീൻ ആയിത്തീരാൻ എന്നോട് ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെയും എന്റെ സ്വന്തമായിട്ടുള്ളതെല്ലാം തന്നെയും അള്ളാഹുവിൽ അവന്റെ വഴിയിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്റേതായിട്ടൊന്നും തന്നെയില്ല, എന്റേതെല്ലാം അവന്റേതായി തീർന്നിരിക്കുന്നു. जो कायम फरमाया हज़रत सल्लल्लाहु अलैहि वसल्लम ने ഇതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത പദവി. ഈ മാതൃകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത്. എന്നാൽ നമ്മുടെ എതിരാളികളുടെ പ്രവർത്തനം നോക്കുക. നബി തിരുമേനി കാരുണ്യവുമായാണ് വന്നത്. ഇവരാണെങ്കിൽ കലിമ ചൊല്ലുന്നവരെ പോലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ये हवाला जो मैंने पढ़ा ये आईना कमालात इस्लाम का है. തിരുനബിയുടെ उसकी वसअत बयान फरमाते हुए ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ചത് ആയിന കബലത്ത് ഇസ്ലാം എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ്. നബി തിരുമേനിയുടെ അനുഗ്രഹ വർഷത്തെയും നുബുവത്തിന്റെ വ്യാപ്തിയെയും വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, एक ही है. तीन खुदा മൂസയുടെയും ഈസയുടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവം ഒരേ ഒരു ദൈവം തന്നെയാണ്, മൂന്ന് ദൈവങ്ങളല്ല. വിവിധ ശക്തി പ്രകടനങ്ങൾ കാരണം മൂവരിലും ഏകനായ ദൈവത്തിന്റെ മൂന്ന് ശക്തി പ്രഭാവങ്ങൾ പ്രകടമായി. മൂസാ നബിയുടെ മനഃശക്തി ബനു ഇസ്രായേലിലും ഫിർഔനിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശക്തിപ്രഭാവം അത്രമാത്രമേ മൂസയിൽ പ്രകടമായിട്ടുള്ളൂ. മൂസാ നബിയുടെ ആത്മദൃഷ്ടിയും ആ കാലത്തെയും വരാനിരിക്കുന്ന കാലത്തിലെയും മാനവരാശിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നുള്ളതുപോലെ തൗറാത്തിന്റെ അധ്യാപനങ്ങൾ അപൂർണമാകുമായിരുന്നില്ല. അതേപോലെ ഈസയുടെ സമുദായം എന്നത് അദ്ദേഹത്തിന്റെ കൺമുമ്പിലുണ്ടായിരുന്ന യഹൂദികളുടെ ചില ഗോത്രങ്ങൾ മാത്രമായിരുന്നു. മറ്റു സമൂഹങ്ങളുമായോ വരും കാലങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിന് ഒരു സഹാനുഭൂതിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവിക ശക്തിപ്രഭാവം അദ്ദേഹത്തിന്റെ മതത്തിൽ അദ്ദേഹത്തിന്റെ ആത്മശക്തിയുടെ പരിമിതി അനുസരിച്ച് പരിമിതപ്പെടുകയുണ്ടായി. ദൈവിക ഭാഷണത്തിലും വെളിപാടിലും ഭാവിയിൽ മുദ്ര വെക്കപ്പെടുകയും ചെയ്തു. इंजील की तालीम की सिर्फ यहूद ഇവിടെയുള്ള മുദ്ര എന്ന് പറഞ്ഞാൽ വഹിയില്ലാത്ത മുഹറാണ്. ഇഞ്ചിലിന്റെ അധ്യാപനം യഹൂദികളുടെ ആത്മസംസ്കരണത്തിനും ധാർമ്മിക ഉയർച്ചയ്ക്കും വേണ്ടി മാത്രമായതുകൊണ്ട് മുഴുലോകത്തിന്റെയും ഗുണകാംക്ഷയായി അത് മാറിയിരുന്നില്ല. അതിനാൽ പൊതുവിൽ എല്ലാവരുടെയും സംസ്കരണം ഇഞ്ചിൽ മുഖേന സാധ്യമല്ല. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന യഹൂദികളുടെ ആത്മസംസ്കരണം മാത്രമാണ് അതിന് ലക്ഷ്യമായിട്ടുള്ളത്. മറ്റു നാട്ടുകാർക്കും വരും തലമുറയുടെയും അവസ്ഥാവിശേഷത്തെക്കുറിച്ച് പുതിയ നിയമത്തിന് ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാ ജനവിഭാഗത്തിന്റെയും വിവിധ മനുഷ്യ പ്രകൃതത്തിന്റെയും സംസ്കരണമാണ് ബൈബിൾ ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇന്നുള്ള അധ്യാപനമായിരുന്നില്ല അതിൽ ഉണ്ടാകുമായിരുന്നത്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഒരു ഭാഗത്ത് ബൈബിളിന്റെ അധ്യാപനം തന്നെ അപൂർണമായിരുന്നു, മറുഭാഗത്ത് സ്വയംകൃത തെറ്റുകൾ അവരെ വലിയ ആപത്തുകളിൽ തള്ളിവിടുകയും ചെയ്തു. ഒരു മനുഷ്യനായ വ്യക്തിയെ വെറുതെ ദൈവമാക്കി പാപപരിഹാര സിദ്ധാന്തമെന്ന സ്വയംകൃത തത്വം സമർപ്പിച്ചുകൊണ്ട് സംസ്കരണ പ്രവർത്തനത്തിനുള്ള കവാടം തന്നെ കൊട്ടിയടക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ക്രിസ്തീയ സമൂഹം ഇരട്ട ദൗർഭാഗ്യത്തിൽ അടിപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, അവർക്ക്
അള്ളാഹുവിൽ നിന്നും ദിവ്യ വെളിപാട് മുഖേന മാർഗദർശനം ലഭിക്കുന്നില്ല. കാരണം ദൈവിക വെളിപാടുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. മറുഭാഗത്ത് അവർക്ക് കർമ്മരംഗത്ത് മുന്നേറാൻ സാധ്യമല്ല. പാപപരിഹാര സിദ്ധാന്തം പ്രയത്നത്തെയും പരിശ്രമത്തെയും തടയുകയും ചെയ്യുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ പരിപൂർണ മനുഷ്യന്റെ ആത്മദൃഷ്ടി പരിമിതമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പൊതു സഹതാപത്തിലും സഹിഷ്ണുതയിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എല്ലാ കാലത്തേക്കും എല്ലാ സമൂഹങ്ങൾക്കുമായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പരിപൂർണമായ സഹതാപമുണ്ടായിരുന്നു. അതിനാൽ ദൈവത്തിന്റെ ശക്തിപ്രഭാവത്തിന്റെ സമ്പൂർണ്ണ അംശം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഖാത്തമുൽ അംബിയ ആയി മാറി. അദ്ദേഹത്തിൽ നിന്നും ഇനി ഒരു ആത്മീയ അനുഗ്രഹവും ലഭിക്കില്ല എന്ന അർത്ഥത്തിലല്ല ഇത്, മറിച്ച് അദ്ദേഹം സാക്ഷ്യമുദ്ര നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യമുദ്രയില്ലാതെ ആർക്കും തന്നെ ആത്മീയ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതല്ല. അദ്ദേഹത്തിന്റെ ഉമ്മത്തിന് ദൈവഭാഷണവും വെളിപാടും ഖിയാമത്ത് നാൾ വരെ ഇല്ലാതാകുന്നതുമല്ല. അദ്ദേഹമല്ലാതെ സാക്ഷ്യമുദ്ര ലഭിച്ച മറ്റൊരു പ്രവാചകനുമില്ല. അദ്ദേഹത്തിന്റെ സാക്ഷ്യമുദ്രയോടുകൂടി ഒരു തരം നുബുവത്ത് വരെ ലഭിക്കുന്നതാണ്. ഇതിനുള്ള നിബന്ധന ആദ്യം അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ ഉൾപ്പെട്ടിരിക്കണമെന്നാണ്. അദ്ദേഹത്തിന്റെ സഹാനുഭൂതിയും സഹാതാപവും ഉമ്മത്തിന് അപൂർണമായി വിട്ടുകളയാൻ ഇഷ്ടപ്പെട്ടില്ല. ദൈവിക ജ്ഞാനത്തിന്റെ അടിവേരായ ദൈവിക ഭാഷണം തന്റെ ഉമ്മത്തിൽ അടഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെട്ടതുമില്ല. തന്റെ പ്രവാചകത്വത്തിന്റെ പൂർത്തീകരണത്തിനുള്ള അടയാളം സ്ഥാപിക്കാനായി ദിവ്യ വെളിപാടുകൾ അദ്ദേഹത്തിന്റെ അനുധാവനത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന നിബന്ധന സ്ഥാപിക്കുകയുണ്ടായി. ഈ ഉമ്മത്തിൽ ഉൾപ്പെടാത്ത വ്യക്തിയിൽ ദിവ്യ വെളിപാടിന്റെ കവാടം കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ അള്ളാഹു അദ്ദേഹത്തെ ഖാത്തമുൽ അംബിയ ആക്കിയിരിക്കുന്നത് മുകളിൽ പറഞ്ഞ അർത്ഥത്തിലാണ്. അതിനാൽ ഏതൊരാൾ യഥാർത്ഥ അർത്ഥത്തിൽ തിരുനബിയെ പിൻപറ്റി താൻ അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്ന് തെളിയിക്കുന്നില്ലയോ, തന്റെ സർവ്വതും നബി തിരുമേനിയുടെ പിൻപറ്റലിൽ ലീനമാക്കുന്നില്ലയോ, അങ്ങനെയുള്ള വ്യക്തി ഖിയാമത്ത് നാൾ വരെ ശരിയായ അർത്ഥത്തിൽ സമ്പൂർണമായ വെളിപാട് കരസ്ഥമാക്കുന്ന വ്യക്തി ആയിരിക്കുകയില്ല. യഥാർത്ഥ വെളിപാട് അദ്ദേഹത്തിന് ലഭിക്കുന്നതല്ല. കാരണം സ്വതന്ത്രമായി ലഭിക്കുന്ന നുബുവത്ത് നബി തിരുമേനിയിൽ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ലില്ലി നുബുവത്ത് ലഭിക്കും. അതിന്റെ അർത്ഥം മുഹമ്മദി അനുഗ്രഹം മുഖേന ദിവ്യ വെളിപാട് ലഭിക്കുക എന്നതാണ്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇത് മുഖേന മനുഷ്യന്റെ വളർച്ചയുടെ പൂർത്തീകരണം നിലച്ചു പോകാതിരിക്കുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മധൈര്യം ആഗ്രഹിക്കുന്നത് ദൈവിക ഭാഷണത്തിന്റെയും ദൈവിക സംസാരത്തിന്റെയും കവാടം ഖിയാമത്ത് നാൾ വരെ തുറന്നിടപ്പെടണമെന്നാണ്. ഇത് വ്യക്തമായ സാക്ഷ്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന്. മോക്ഷത്തിന് കാരണമായി തീരുന്ന ദൈവിക ജ്ഞാനം ഒരിക്കലും അവസാനിച്ചു പോകാൻ ഇടവരരുത്. ഉമ്മത്തി അല്ലാത്ത ഒരു നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വരുമെന്നും ഒരു ഹദീസിൽ നിന്നും തെളിയുന്നതല്ല. തിരുനബിയുടെ അനുധാവനത്തിലൂടെ പിൻപറ്റാത്ത നബി വരുന്നതല്ല. ഹഖീഖത്തുൽ വഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയും ശിക്ഷണവും കാരണമായി സഹാബാക്കളുടെ ഉന്നത സ്ഥാന മഹത്വത്തെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അതിശക്തമായ ആവേശം സംജാതമായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധീകരണ ദൃഷ്ടി കാരണം തങ്ങളെ ദൈവമാർഗത്തിൽ ആടുമാടുകളെ പോലെ അറുക്കപ്പെടുന്നതിന് സമർപ്പിക്കുന്ന രീതിയിലുള്ള സ്വാധീന ശക്തി അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായി. ഈ രീതിയിലുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും പ്രകടിപ്പിച്ചതിനുള്ള ഉദാഹരണം മുൻ സമുദായങ്ങളിൽ നിന്നും ആർക്കെങ്കിലും നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഹദ്റത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണങ്ങൾ ആ മഹാത്മാ സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ സമുദായത്തിന് ഈ അടയാളം ദൃശ്യമല്ല. തുടർന്ന് പറഞ്ഞു, ഹദ്റത്ത് മസീഹിന്റെ സഹാബാക്കളുടെ അവസ്ഥ എന്തായിരുന്നു? കട്ടപ്പാടിന്റെ അവസരത്തിൽ ഹവാരികളെല്ലാം ഓടിപ്പോയി. ഒരാൾ പോലും സ്ഥിരചിത്തത പ്രകടമാക്കിയില്ല. ആരും ഉറച്ചു നിന്നില്ല. ഭീരുത്വം അവരെ അടക്കി വാണു. എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഗഡ്ഗഡത്തിനു താഴെ സ്ഥിരചിത്തത പ്രകടിപ്പിക്കുകയുണ്ടായി. അവർ മരിക്കാൻ തന്നെ തയ്യാറായി. അവരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നു. അപ്പോൾ ഇത്രമാത്രം പ്രേമത്തിന്റെ ആത്മാവ് എന്തൊന്നാണ് അവരിൽ ഊതി നിറച്ചത്? ഇത്രമാത്രം അവരിൽ പരിവർത്തനം വരുത്തിയത് ഏത് കരങ്ങളായിരുന്നു? ജാഹിലിയ കാലത്ത് അവർ ഭൗതിക കീടങ്ങളായിരുന്നു. ഒരു തിന്മയും പാപവും തന്നെ അവരിൽ നിന്ന് അന്ന് പ്രത്യക്ഷപ്പെടാത്തതായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്രവാചകനെ പിന്തുടച്ച കാരണം
അള്ളാഹു അവരിൽ കുടിയിരിക്കുന്നത് പോലെ അവർ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുകയുണ്ടായി. ഈ സമുദായത്തെ അധമമായി ജീവിതത്തിൽ നിന്നും ഉത്തമവും പരിശുദ്ധവുമായ ജീവിതത്തിലേക്ക് വലിച്ചുകൊണ്ടുവന്നത് ആ പ്രവാചകന്റെ ആകർഷണ ശക്തിയായിരുന്നു. ഇസ്ലാമിൽ കൂട്ടം കൂട്ടമായി ജനങ്ങൾ പ്രവേശിച്ചതിനുള്ള കാരണം ഗർഗമായിരുന്നില്ല, മറിച്ച് 13 വർഷം മക്കയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രാർത്ഥനയുടെയും വിലാപത്തിന്റെയും സ്വാധീനം കാരണമായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. തൗഹീദിന് വേണ്ടി ഇത്രമാത്രം വിലപിച്ചതിന്റെ ഫലമായി ആകാശം അദ്ദേഹത്തിന്റെ വിലാപം കൊണ്ട് നിറഞ്ഞു. ആ വ്യക്തിയുടെ അനുഗ്രഹീത പാദങ്ങൾക്ക് കീഴെയാണ് ഞാനെന്ന് മക്കയുടെ മണൽത്തരികൾ വിളിച്ചു പറയാൻ തുടങ്ങി. അള്ളാഹു നിരാശ്രയനാണ്. ആര് വഴികേടിലായാലും നേർമാർഗത്തിലായാലും അവൻ അതൊരു പ്രശ്നമേയില്ല. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ അത്ഭുതാവഹമായ രീതിയിൽ പ്രകടമാവുകയും ലോകത്ത് വ്യാപിക്കുകയും ചെയ്ത ഈ സന്മാർഗ ദീപം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ ഉള്ളൊരുക്കത്തിന്റെ ഫലമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തരാളങ്ങളിൽ നിന്നും തിളച്ചുമറിയുന്ന പ്രാർത്ഥനകളായിരുന്നു ഇതിന് കാരണം. എല്ലാ സമുദായങ്ങളും തൗഹീദിൽ നിന്നും അകലുകയും അതിനെ കൈയൊഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇസ്ലാമിൽ തൗഹീദിന്റെ നീരുറവ് ഒഴുകിക്കൊണ്ടിരുന്നു. ഈ അനുഗ്രഹങ്ങൾ അത്രയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. അള്ളാഹു ഇത് സംബന്ധമായി പറയുന്നു, ലഅല്ലക ബാഖിഉ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. ഇവർ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കരുതി നീ നിന്നെ തന്നെ നശിപ്പിച്ചു കളയുമോ? മുമ്പുള്ള പ്രവാചക സമുദായങ്ങൾ ഈ രീതിയിലുള്ള ആത്മശുദ്ധീകരണവും തഖ്വയും ഉണ്ടായിരുന്നില്ല. മുമ്പുള്ള പ്രവാചക സമുദായത്തിൽ ഈ രീതിയിലുള്ള ആത്മശുദ്ധീകരണവും തഖ്വയും ഉണ്ടായിരുന്നില്ല. അതിനു കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പ്രകടമായ ശ്രദ്ധയും ഹൃദയമുരുക്കവും മറ്റു പ്രവാചകന്മാരിൽ നിന്നും അവരുടെ സമുദായത്തിന് വേണ്ടി പ്രകടമായില്ല. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നുള്ള അല്പജ്ഞാനികളായ മുസ്ലിങ്ങൾ ഈ ആദരണീയനായ പ്രവാചകനെ അല്പം പോലും വിലമതിച്ചില്ല. ഓരോ കാര്യത്തിലും അവർക്ക് പിഴവ് പറ്റിയിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹത്വപ്പെടുത്തുന്നതിന് പകരം അപമാനിപ്പിക്കുന്ന തരത്തിലുള്ള അർത്ഥമാണ് അവർ ഖാത്തമുൻ നുബുവ്വത്തിന് നൽകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധാസ്തിത്വം മറ്റുള്ളവർക്ക് ആത്മീയ ശക്തി നൽകാൻ ഒരു കഴിവുമില്ലാത്തതാണെന്ന് അവർ പറയുന്നു. അവർ പറയുന്നത് വരണ്ട ശരീഅത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം വന്നതെന്നാണ്. എന്നാൽ അള്ളാഹു ഈ ഉമ്മത്തിന് ഇപ്രകാരം ദുആ പഠിപ്പിക്കുന്നുണ്ട്, ഈദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഈ ഉമ്മത്തിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ പിന്തുടർച്ചയ്ക്ക് അർഹതയില്ലെങ്കിൽ, അവർക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ നിന്നും ഒരു ഭാഗവും ഇവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഈ ദുആ എന്തിനാണ് പഠിപ്പിച്ചിരിക്കുന്നത്? ഇതും ഹഖീഖത്തുൽ വഹീദ് എന്നെടുത്തതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പ്രകടമായ ചില അത്ഭുത ദൃഷ്ടാന്തങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ദൈവസാമീപ്യത്തിന്റെ ഈ ഉന്നത അവസ്ഥയിൽ ചില സന്ദർഭങ്ങളിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യ കഴിവിനതീതമായ ചില അത്ഭുതങ്ങൾ പ്രകടമാകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യ കരങ്ങൾക്കതീതമായ അത്ഭുത പ്രതിഭാസങ്ങൾ പ്രകടമാകാറുണ്ട്. അത് തീർച്ചയായും മനുഷ്യ കരങ്ങൾക്ക് അതീതമായിരിക്കും. അതിൽ നിന്നും ദൈവിക ശക്തിപ്രഭാവം പ്രകടമാകുന്നതാണ്. നമ്മുടെ യജമാനനും നായകനുമായ സയ്യിദുർ റുസുൽ ഹദ്റത്ത് ഖാത്തമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ബദർ യുദ്ധത്തിൽ ഒരു കൈപ്പിടി മണൽ വാരി ശത്രുപക്ഷത്തേക്ക് എറിഞ്ഞു. ദ്വാ മൂലമായിരുന്നില്ല തിരുമേനി ആ പിടി മണ്ണ് വാരി എറിഞ്ഞത്, മറിച്ച് തന്റെ ആത്മീയ ശക്തി പ്രഭാവം കൊണ്ടായിരുന്നു അവിടുന്ന് എറിഞ്ഞത്. എന്നാൽ ഈ ഒരു പിടിമണ്ണും ദൈവിക ശക്തിയെ പ്രകടിപ്പിച്ചു. ശത്രു സൈന്യത്തിൽ ഒരാൾ കൂടി അവശേഷിക്കാത്ത വിധം അത്ഭുതകരമായ പ്രതിഭാവിലാസം അവിടെ പ്രത്യക്ഷമായി. ഓരോ ആളുടെയും കണ്ണിലും ആ മൺതരി ചെന്നു പതിച്ചു. പ്രകൃതി നിയമപ്രകാരം അവിടെ ഒരു മണൽ കാറ്റ് വന്നിരുന്നു എന്നത് ശരിയാണെങ്കിലും ആ കൈപിടിയായിരുന്നു അന്നവിടെ മണൽ കാറ്റ് വരാൻ കാരണമായത്. അങ്ങനെ അവരൊക്കെ അന്ധന്മാരായി തീരുകയും പരിഭ്രാന്ത ചിത്തരായി നാലുപാടും ചിതറി ഓടുകയും ചെയ്തു. ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, വമാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹു റമാം. നീ ആ പിടി മണ്ണെറിഞ്ഞപ്പോൾ നീയല്ല എറിഞ്ഞത്, മറിച്ച് അള്ളാഹുവാണ് എറിഞ്ഞത്. കാരണം അതിന്റെ അണിയറക്ക് പിന്നിൽ ദൈവിക ശക്തിയാണ് പ്രവർത്തിച്ചത്. മനുഷ്യ ശക്തിയുടെ
പ്രവർത്തനമായിരുന്നില്ല അത്. जो इलाही ताकत से भरी हुई थी वकू में आ गया था। അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മുഅ്ജിസത്ത് ദിവ്യാത്ഭുതം ചന്ദ്രന്റെ പിളർപ്പായിരുന്നു. लाए जिनके साथ ഇതും ദൈവിക ശക്തിയുടെ ഒരു ബഹിർപ്രകടനമായിരുന്നു. അതിനോടൊപ്പം ദ്വായൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവിക ശക്തിയാൽ നിറഞ്ഞിരുന്ന അങ്കുലി ചലനം മുഖേന ആ മഹാത്ഭുതം സംഭവിക്കുകയുണ്ടായി. ഇതുപോലുള്ള ധാരാളം അത്ഭുത സംഭവങ്ങൾ നബി തിരുമേനിയുടെ മാത്രം ശക്തിപ്രഭാവം കൊണ്ട് പ്രത്യക്ഷമാകുകയുണ്ടായി. അതിനോടൊപ്പം പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു ചെറിയ പാത്രത്തിലുള്ള വെള്ളത്തിൽ തന്റെ വിരലിട്ടപ്പോൾ മുഴു സൈന്യവും ഒട്ടകങ്ങളും കുതിരകളുമെല്ലാം അതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടും ആ വെള്ളം അതേ അളവിൽ തന്നെ അവശേഷിക്കുകയുണ്ടായി. थोड़े दूध പലപ്പോഴും 2-4 അപ്പങ്ങളുടെ മീതെ തിരുനബിയുടെ അനുഗ്രഹീത കരം വെച്ചത് കാരണം ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വയർ നിറച്ചു. ചിലപ്പോൾ അല്പം മാത്രം പാലിൽ തന്റെ ചുണ്ടുകൊണ്ട് അനുഗ്രഹം നൽകി ഒരു വലിയ സംഘം ആളുകളുടെ വിശപ്പടക്കുകയുണ്ടായി. ചില സന്ദർഭങ്ങളിൽ ഉപ്പുരസമുള്ള കിണർ വെള്ളത്തിൽ തന്റെ ഉമിനീർ ഇട്ടുകൊണ്ട് അതിനെ കുടിക്കാനുള്ള നല്ല വെള്ളമാക്കി മാറ്റി. आंखों को जिनके डेले लड़ाई के किसी ചിലപ്പോൾ ശക്തമായി മുറിവേറ്റവനെ തന്റെ കരസ്പർശം കാരണമായി സുഖപ്പെടുത്തുകയുണ്ടായി. യുദ്ധാവസരത്തിൽ കൺമണികൾ വെളിയിൽ വന്നു പോയവർക്ക് കരസ്പർശം മുഖേന അതിനെ തിരിച്ചുവെച്ചുകൊണ്ട് സുഖപ്പെടുത്തി. ഇത്തരത്തിലുള്ള ധാരാളം അത്ഭുതങ്ങൾ തന്റെ സ്വന്തമായ ശക്തിപ്രഭാവം കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുകയുണ്ടായി. ഇവയ്ക്കൊക്കെ പിന്നിൽ ദൈവികമായ ഒരു മഹോജ്വല ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. फरमाते हैं, ये कहते हैं ना തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശീയമായ ജീവിതത്തെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. മറ്റുള്ളവർ പറയുന്നത് ആകാശത്ത് ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണല്ലോ. पाक जमी എന്നെന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്ന് ആ മഹാത്മാവ് പറയുന്നു. സകല ദൈവിക ഗ്രന്ഥങ്ങളിൽ നിന്നും തെളിയുന്ന ഒരു കാര്യം, പ്രവാചകന്മാരും ഔലിയാക്കളും മരണശേഷം ജീവിക്കുന്നതാണ്. ഒരു രീതിയിലുള്ള ജീവിതം അവർക്ക് നൽകുന്നു, അത് മറ്റുള്ളവർക്ക് നൽകില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അള്ളാഹു എന്നെ ഖബറിൽ മരിച്ചു കിടക്കാൻ അനുവദിക്കില്ല, ജീവിപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് ഉയർത്തുന്നതാണ് എന്നത് ഇതിലേക്ക് സൂചന നൽകുന്നതാണ്. इस बात की कि असल तर्जुमा हदीस ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഹദീസിന്റെ ശരിയായ അർത്ഥം ഇപ്രകാരമാണ്: 40 दिन तक कब्र में रखे, यानी मैं 40 ദിവസം ഖബറിൽ വെക്കുക എന്നതിനേക്കാളും കൂടുതൽ ആദരവ് എന്നോട് അള്ളാഹുവിനുണ്ട്. ഞാൻ ഇസാലെ ഔഹാം എന്ന ഗ്രന്ഥത്തിന്റെ ഉദ്ധരണിയാണ് നേരത്തെ കൽപ്പിച്ചത്. അതിന്റെ വിശദീകരണമാണ് കേൾപ്പിക്കുന്നത്. जिंदा होकर आसमान की तरफ उठाया जाऊंगा। और ये आप फरमा रहे हैं, लेकिन कोई मुसलमान नहीं कहता कि आप जिंदा आसमान में मौजूद हैं जिस्म के साथ। फरमाते हैं അതായത് ഈ കാലയളവിനുള്ളിൽ എന്നെ ജീവിപ്പിച്ച് ആകാശത്തേക്ക് ഉയർത്തുന്നതാണ്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് സ്ഥൂല ശരീരത്തോടുകൂടി ജീവിച്ചിരിപ്പുണ്ടെന്ന് മറ്റു മുസ്ലിങ്ങൾ ആരും പറയുന്നില്ല. പറയുന്നു, നമ്മുടെ സയ്യിദും നേതാവുമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ജീവിക്കുക എന്നതും തുടർന്ന് ആകാശത്തേക്ക് ഉയർത്തപ്പെടുക എന്നതിനേക്കാൾ മസീഹിന്റെ ഉയർത്തൽ महाराज की हदीस भी इसकी शाहिद എന്ത് അതിശയമാണുള്ളത്. യഥാർത്ഥത്തിൽ ഹദ്റത്ത് ഈസായുടെ ജീവിച്ചിരിപ്പ് ഹദ്റത്ത് മൂസായുടെ ജീവിച്ചിരിപ്പിനേക്കാളും ശോഭ കുറഞ്ഞതാണെന്നതാണ് തെളിയുന്നത്. മുൻകടന്ന മഹാത്മാക്കൾ ഏകീകരിച്ചിരിക്കുന്ന ശരിയായ വിശ്വാസവും മിഅ്റാജിന്റെ ഹദീസും എല്ലാം വിളിച്ചു പറയുന്നത് പ്രവാചകന്മാർക്കെല്ലാം ഭൗതിക ജീവിതത്തെ പോലെയുള്ള ഒരു ജീവിതം और शहदा की निस्बत നയിക്കുന്നവരാണെന്നാണ്. അതായത് സ്ഥൂല ശരീരത്തോടു കൂടിയുള്ള ജീവിതമല്ലെങ്കിലും മറിച്ച് ഇതിനോട് താതാത്മ്യം പുലർത്തുന്ന ഒരു ജീവിതം അവർക്ക് ലഭിക്കുന്നതാണ്. ശുഹദാക്കളുടെ ജീവിതത്തെക്കാളും പ്രവാചകന്മാരുടെ ജീവിതം സുശക്തവും സുദൃഢവുമായതായിരിക്കും. ശുഹദാക്കളെ കുറിച്ച് പറയുന്നത് അവർ മരിച്ചവരാണെന്ന് പറയരുത്, അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ്. പ്രവാചകന്മാർ അതിനേക്കാളും ഉന്നതരാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സമ്പൂർണവും സുശക്തവും ആദരണീയവുമായ ജീവിതം നമ്മുടെ യജമാനനും നേതാവുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അദ്ദേഹത്തിൽ എന്റെ സർവ്വതും തണ്ടമായിരിക്കട്ടെ. ഹദ്റത്ത് മസീഹ് രണ്ടാം ആകാശത്ത് തന്റെ മാതൃ സഹോദരി പുത്രനും വഴികാട്ടിയുമായ ഹദ്റത്ത് യഹ്യായുടെ കൂടെയാണ് ഉള്ളത്. എന്നാൽ നമ്മുടെ നേതാവും യജമാനനും ഏറ്റവും ഉന്നതനും യജമാനനുമായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉന്നതമായ ആകാശത്ത് അതിനേക്കാളും ഔന്നത്യം മറ്റൊന്നിലുമില്ലാത്ത അവിടെയാണ് ജീവിച്ചിരിക്കുന്നത്. സിദ്റത്തുൽ മുൻതഹായുടെ അടുത്ത്, തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവന്റെ അടുത്ത്.
ഈ സമുദായത്തിന്റെ സലാമും സലാത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ അക്സറു മിമ്മാ സല്ലൈത അലാ അഹദിൻ മിൻ അംബിയായിക വബാരിക് വസല്ലിം. ഇസാലെ ഓഹം. हज़रत मसीह अलैहिस्सलाम फरमाते हैं कि उस कादिर और सच्चे और कामिल നാം അള്ളാഹുവിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് പ്രാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ ആത്മാവും ഓരോ അണുവും സമ്പൂർണവും സത്യസന്ധവുമായ ദൈവത്തിന് സാഷ്ടാംഗം പ്രണമിക്കുന്നു. वजूद से हर एक वजूद कायम है। അവന്റെ കരങ്ങളാലാണ് ഓരോ ആത്മാവും സർവ്വ സൃഷ്ടികളും അതിന്റെ സകലമാന ശക്തികൾ ഉൾപ്പെടെ ലോകത്ത് പ്രത്യക്ഷമായിരിക്കുന്നത്. അവന്റെ അസ്തിത്വം മൂലമാണ് മറ്റെല്ലാം തന്നെ നിലനിൽക്കുന്നത്. അവന്റെ അറിവിൽ നിന്നും ഒന്നും തന്നെ പുറത്തില്ല. അവന്റെ നിയന്ത്രണ വൃത്തത്തിൽ നിന്നും സൃഷ്ടിപ്പിൽ നിന്നും ഒന്നും വിട്ടുനിൽക്കുന്നില്ല. ആയിരം സലാത്തും സലാമും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വർഷിക്കുമാറാകട്ടെ. കാരണം അദ്ദേഹം മുഖേനയാണ് നമുക്ക് ജീവനുള്ള ദൈവത്തെ ലഭിച്ചിരിക്കുന്നത്. ആ ദൈവം സ്വയം നമ്മോട് ഭാഷണം നടത്തിക്കൊണ്ട് അവന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് നൽകുന്നു. തന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് തന്റെ അനാദിയും അനന്തവുമായ ശക്തിപ്രഭാവങ്ങളുടെ മുഖം നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ദൈവത്തെ കാണിച്ചു തന്ന പ്രവാചകനെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. ആ ദൈവം തന്റെ സർവശക്തികളാൽ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നു. അവന്റെ കഴിവുകൾ എത്രമാത്രം മഹത്തരമാണ്. അവന്റെ അസ്തിത്വമില്ലാതെ ഒരു വസ്തുവും തന്നെ പ്രപഞ്ചത്തിൽ വന്നിട്ടില്ല. അവന്റെ പിന്തുണയില്ലാതെ ഒന്നും തന്നെ നിലനിൽക്കുകയും ചെയ്യില്ല. നമ്മുടെ സത്യവാനായ ദൈവം അതിരറ്റ അനുഗ്രഹമുടയവനും ശക്തിപ്രഭാവമുള്ളവനും സൗന്ദര്യവാനും കാരുണ്യമുടയവനും ആണ്. അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. तुम लोग कहते हो कि मैं आसलम का मुकाम को गिराता हूँ, मैं तो തനിക്ക് ലഭിച്ചതത്രയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ജനങ്ങൾ പറയുന്നു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ ഇകഴ്ത്തുന്നു എന്നല്ലേ? എന്നാൽ എനിക്ക് ലഭിച്ചത് സർവ്വതും തിരുനബിയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. മുനീർ റഹ്മാൻ എന്ന ഗ്രന്ഥത്തിലെ അറബി വരികളുടെ തർജ്ജമയാണ് ഞാൻ കേൾപ്പിക്കുന്നത്. അള്ളാഹുവാണ് സത്യം, എനിക്കുണ്ടായ വിജയം എന്റെ റബ്ബിൽ നിന്നും ലഭ്യമായതാണ്. ഞാൻ അവനെ സ്തുതിക്കുന്നു. അതോടൊപ്പം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഞാൻ സലാത്ത് ഓതുകയും ചെയ്യുന്നു. കാരണം എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. എന്റെ എല്ലാ ഊടും പാവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതാണ്. എനിക്ക് ആ പുണ്യാത്മാവാണ് വേരും ശാഖയും തന്നനുഗ്രഹിച്ചത്. എന്റെ വിത്തിനെയും കൃഷിയെയും വളർത്തിയെടുത്തതും അവിടുന്ന് തന്നെയാണ്. ശിക്ഷണം തന്നു വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അദ്ദേഹം. തനിക്ക് ലഭിച്ചത് അത്രയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് ലഭിച്ചത് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് തുടർന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അള്ളാഹു ഹദ്റത്ത് ഇബ്രാഹിമിനോട് സംസാരിച്ചതുപോലെ ഇസ്മായിലിനോടും ഇസ്ഹാക്കിനോടും യാക്കൂബിനോടും യൂസുഫിനോടും മൂസയോടും മസീബിനും മറിയമിനോടും എല്ലാറ്റിനും ശേഷം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സംസാരിക്കുകയുണ്ടായി. നബി തിരുമേനിയിൽ സമ്പൂർണ്ണ പ്രഭാവത്തോടു കൂടിയ പരിശുദ്ധ വഹി ഇറക്കുകയുണ്ടായി. അള്ളാഹു എനിക്കും അവന്റെ ഭാഷണവും വെളിപാടും മുഖേന അനുഗ്രഹിക്കുകയുണ്ടായി. എന്നാൽ ഈ അനുഗ്രഹം എനിക്ക് തികച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും പിൻപറ്റിയത് കാരണമാണ് ലഭിച്ചത്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട വ്യക്തി ആയിരുന്നില്ലെങ്കിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയില്ലായിരുന്നുവെങ്കിൽ, എന്റെ പ്രവർത്തനങ്ങൾ ലോകത്തുള്ള സർവ്വ പർവ്വത സമാനമായിരുന്നെങ്കിൽ തന്നെയും എനിക്കൊരിക്കലും തന്നെ ദൈവഭാഷണവും വെളിപാട് പോലുള്ള അനുഗ്രഹവും കരസ്ഥമാകുമായിരുന്നില്ല. കാരണം മുഹമ്മദ് നുബുവത്തല്ലാത്ത മറ്റെല്ലാ നുബുവത്തുകളും അടഞ്ഞിരിക്കുകയാണ്. ശരീഅത്തുള്ള നബി ആരും തന്നെ വരുന്നതല്ല. ശരീഅത്തില്ലാത്ത നബി ഉണ്ടാകുന്നതാണ്. എന്നാൽ അദ്ദേഹം ആദ്യം ഈ ഉമ്മത്തിൽ ഉൾപ്പെട്ടവനായിരിക്കേണ്ടതാണ്. തജല്ലിയാത്തെ ഇലാഹിയ. अल्लाह ताला की हम करते हुए और आसन के बारे में फरमाते हैं कि इलाही तेरा हजार हजार शुक्र, അള്ളാഹുവിന്റെ तूने हमको अपनी സ്തുതി പാടവത്തെക്കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് ചെല്ലേണ്ടതിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് പറയുന്നു, की गलतियों और खताओं से बचाया और दरूद और അള്ളാഹുവെ നിനക്ക് 1000 നന്ദി. നിന്നെ തിരിച്ചറിയാനുള്ള മാർഗം നീ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നിന്റെ പവിത്ര ഗ്രന്ഥം ഇറക്കിക്കൊണ്ട് ചിന്തയുടെയും ബുദ്ധിയുടെയും തെറ്റുകൾ അകറ്റുകയുണ്ടായി.
പ്രവാചക നേതാവായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അനുചരന്മാരിലും അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹം മുഖേന വഴിവെച്ച് ഒരു ലോകത്തെ തന്നെ നേരായ മാർഗത്തിൽ ചരിപ്പിക്കുകയുണ്ടായി. മാർഗഭ്രഷ്ടം സംഭവിച്ചിരുന്ന മാനവരാശിയെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവന്ന വഴികാട്ടിയും ശിക്ഷകനുമാണ് അദ്ദേഹം. ജനങ്ങളെ ശിർക്കിന്റെ അഴുക്കിൽ നിന്നും ബിംബങ്ങളിൽ നിന്നും രക്ഷിച്ച കരുണാർദ്രനാണ് അദ്ദേഹം. തൗഹീദിന്റെ പ്രകാശത്തെ ലോകത്ത് പ്രസരിപ്പിച്ച പ്രകാശഗോപുരമാണ് തിരുനബി. വഴിതെറ്റിയ ജനങ്ങളെ സത്യത്തിലേക്ക് നേർമാർഗത്തിലേക്കും കൊണ്ടുവന്ന വിശ്വഗരനും കാലഘട്ടത്തിന്റെ ചികിത്സകനുമാണ് അദ്ദേഹം. മരിച്ചവർക്ക് ജീവദായക വെള്ളം കുടിപ്പിച്ച ആദരണീയനും അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച വ്യക്തിയുമാണ് അദ്ദേഹം. ഉമ്മത്തിനു വേണ്ടി ദുഃഖം സഹിച്ച് വേദന ഏറ്റുവാങ്ങിയ കാരുണ്യവാനും കരുണാർത്ഥനുമാണ് അദ്ദേഹം. നമ്മെ മരണമുഖത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്ന ധീരയോദ്ധാവാണ് അദ്ദേഹം. സൗശീല്യനും നിസ്വാർത്ഥനുമായ ആ വ്യക്തി തന്റെ ജീവിതത്തിൽ വിനയാന്യതനായി ജീവിക്കുകയും നമ്രസിനസ്കനാവുകയും ചെയ്തു. അദ്ദേഹം സമ്പൂർണ്ണ തൗഹീദവാദിയും ദൈവിക ജ്ഞാനത്തിന്റെ സമുദ്രവുമായിരുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രതാപം മാത്രമല്ല വീക്ഷിച്ചത്, മറ്റുള്ളവയെല്ലാം തന്നിൽ നിന്നും അകറ്റുകയും ചെയ്തു. അദ്ദേഹം റഹ്മാനായ അള്ളാഹുവിന്റെ ശക്തിപ്രഭാവമായിരുന്നു. നിരക്ഷരനായിരുന്നിട്ടുകൂടി എല്ലാവരെയും ദൈവിക ജ്ഞാനത്തിൽ പരാജയനാക്കുകയുണ്ടായി. എല്ലാ സമുദായങ്ങളെയും തെറ്റുകാരും പാപികളുമാണെന്ന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സലാത്ത് അയക്കേണ്ടത് ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. അതില്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ആ സ്നേഹം ഉണ്ടാകുന്നതല്ല. സലാത്ത് ഉൾപ്പെടാത്ത ദുആ സ്വീകരിക്കപ്പെടുന്നതുമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കാരണമായിരിക്കണം നാം സലാത്ത് ചൊല്ലേണ്ടത് എന്ന കാര്യവും വിസ്മരിക്കാൻ പാടില്ല. ഈ സ്നേഹമാകണം എല്ലാത്തിനും മികച്ചു നിൽക്കേണ്ടത്. സ്വലാത്ത് ചെല്ലേണ്ടതിന്റെ ഉദ്ദേശ്യത്തെ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഒരു സദസ്സിൽ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് തുടർന്നുകൊണ്ട് ആ മഹാത്മാവ് പറയുകയാണ്, कि जैसा कि मैंने मजलिस में पहले ज़ुबानी समझा रहे थे, मजलिस में जिक्र हो रहा है, समझाया था कि दुरूद शरीफ इस गरज से पढ़ना चाहिए कि ता खुदावंद करीम अपनी कामिल बरक़ात अपने नबी करीम सल्लल्लाहु अलैहि वसल्लम पर नाज़िल करे. ഒരു സദസ്സിൽ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് തുടർന്ന് പറയുകയാണ്, चश्मा बरकतों का बना दे. കാരുണ്യവാനായ അള്ളാഹു തന്റെ സമ്പൂർണ്ണ അനുഗ്രഹങ്ങൾ തന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം സലാത്ത് ചൊല്ലേണ്ടത്. അദ്ദേഹത്തെ മുഴുലോകത്തിനു വേണ്ടി അനുഗ്രഹത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ അന്തസ്സും മഹത്വവും ഈ ലോകത്തും പരലോകത്തും അല്ലാഹു പ്രകടമാക്കട്ടെ. ഈ ദുആ പൂർണ്ണ ഹൃദയ സാന്നിധ്യത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. പ്രയാസത്തിൽ അകപ്പെട്ട വ്യക്തി ഹൃദയ സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുന്നത് പോലെ ഇതിനേക്കാളും കൂടുതൽ ഉള്ളുരുക്കത്തോടെ കൂടി ആയിരിക്കണം. അതായത് പൂർണ്ണ ഹൃദയ സാന്നിധ്യത്തോടുകൂടി തനിക്ക് വേണ്ടി താൻ ഒരു മുസീബത്തിൽ അകപ്പെടുമ്പോൾ ദുആ ചെയ്യുന്നത് പോലെയായിരിക്കണം. അതിനേക്കാളും കൂടുതലായിരിക്കണം ഈ ദുആ ചെയ്യേണ്ടത്. തനിക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കരുത്. തനിക്ക് വേണ്ടി ഒന്നും ആഗ്രഹിക്കരുത്. എനിക്ക് ഈ അനുഗ്രഹം കിട്ടണം എന്നോ ഇന്ന പദവി ലഭിക്കണമെന്നോ ഉള്ള ചിന്ത ഉണ്ടായിരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ സമ്പൂർണ്ണ അനുഗ്രഹങ്ങൾ ഹദ്റത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ഇറങ്ങട്ടെ എന്നും അദ്ദേഹത്തിന്റെ മഹത്വം ഈ ലോകത്തും പരലോകത്തും പ്രക്ഷോഭിതമായി തീരണം, അതിനുവേണ്ടിയായിരിക്കണം ദുആ ചെയ്യേണ്ടത്. ഇതിനുവേണ്ടിയായിരിക്കണം ഇത് ചെയ്യേണ്ടത്. രാപ്പകൽ ശ്രദ്ധയോടുകൂടി ഇത് ചെയ്യേണ്ടതാണ്. ഇതിനേക്കാളും വലിയ ആഗ്രഹം തന്നെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് തിരുനബിയോടുള്ള സ്നേഹം. ഒരു കത്തിൽ എഴുതുന്നു, ഈ കത്ത് മീർ അബ്ബാസ് അലി സാഹിബിന് എഴുതിയതാണ്. ഈ വ്യക്തി പിന്നീട് മുർത്തദ്ദായി പോവുകയുണ്ടായി. ഏതായിരുന്നാലും ആ കത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, താങ്കൾ സലാത്ത് ചെല്ലുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. തന്റെ പ്രിയപ്പെട്ടവർക്കായി അനുഗ്രഹങ്ങൾ ആശിക്കുന്നത് പോലെ പൂർണ്ണ താൽപര്യത്തോടും ആവേശത്തോടും കൂടി തിരുനബിക്കായി അനുഗ്രഹങ്ങൾ തേടുക. വളരെയധികം ഹൃദയനൊമ്പരത്തോടുകൂടി ഇത് തേടണം. ഈ ഹൃദയനൊമ്പരത്തിലും പ്രാർത്ഥനയിലും അല്പം പോലും പ്രകടനാത്മകത ഉണ്ടാകരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഥാർത്ഥമായ സൗഹൃദവും സ്നേഹവും ഉണ്ടായിരിക്കേണ്ടതാണ്. ആത്മാവിന്റെ അന്തരാളങ്ങളിൽ നിന്നും സത്യസന്ധമായി നിർഗളിക്കുന്ന പ്രാർത്ഥനയിലൂടെ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി അനുഗ്രഹങ്ങൾ തേടുക. വ്യക്തിപരമായ ബന്ധവും സ്നേഹവും ഉണ്ടാകുന്നതിനുള്ള അടയാളം ഇതാണ്. മനുഷ്യൻ ഒരിക്കലും ക്ഷീണിക്കുകയോ അലസനാകുകയോ പാടില്ല. അതിൽ ദേഹേച്ഛയുടെ ലാഞ്ചന പോലും ഉണ്ടാകരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം അത് ചെയ്യുന്നത്. ഒരു സദസ്സിൽ ആ മഹാത്മാവ് പറയുന്നു, സ്വലാത്ത് ചെല്ലുന്നതിന്റെ ഫലമായി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത്യത്ഭുതമായ രീതിയിൽ പ്രകാശരൂപത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോകുന്നു. ആ പ്രകാശം അവിടെ എത്തിയതിനു ശേഷം തിരുനബിയുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നു. അവിടെ നിന്നും പുറപ്പെട്ട് അതിൽ നിന്നും അനന്തമായ അരുവികൾ പുറപ്പെടുന്നു. അത് ഓരോരുത്തരുടെയും ശേഷി അനുസരിച്ച് അതിൽ നിന്നും ഓരോരുത്തർക്കും അവരുടെ പങ്ക് ലഭിക്കുന്നു. ഒരു ആത്മീയാനുഗ്രഹവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയല്ലാതെ ആരും തന്നെ എത്തുകയില്ല. എന്താണ് സലാത്ത്? ഈ പ്രകാശത്തിന്റെ അരുവികൾ നിർഗളിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അർശിനെ പ്രകമ്പനം കൊള്ളിക്കുകയാണ് അത് മുഖേന ചെയ്യുന്നത്. ആരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത്? അവർ കൂടുതലായി സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. അത് മുഖേന ഈ അനുഗ്രഹത്തിനെ ചലനാത്മകമാക്കി മാറ്റേണ്ടതാണ്. തന്റെ ഒരു കത്തിൽ അദ്ദേഹം പറയുന്നു, സലാത്ത് എത്ര പ്രാവശ്യം ചെല്ലണം എന്നതിനെ കുറിച്ച് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ഇത്ര എണ്ണം ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത നാവിൽ നിന്നും പുറപ്പെട്ട സലാത്താണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സലാത്ത്. അതായത് ഏത് സലാത്താണ് ചെല്ലേണ്ടത് എന്ന ചോദ്യം, അതിനുള്ള ഉത്തരമാണ് ആദ്യം പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുഗ്രഹീത നാവിൽ നിന്നും പുറപ്പെട്ട സലാത്താണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. മറ്റൊരു സലാത്തിനേക്കാളും ഏറ്റവും അനുഗ്രഹീതമായ സലാത്ത് ഇതാണ്. ഈ വിനീതനും ഇതാണ് ചൊല്ലാറുള്ളത്. ഇത്ര എണ്ണം വേണമെന്ന് നിർബന്ധമില്ല. ആത്മാർത്ഥതയോടും സ്നേഹത്തോടും ഭക്തി നിർഭരമായും ചൊല്ലേണ്ടതാണ്. സാന്നിധ്യവും ഉള്ളുരക്കും ഏകാഗ്രതയും ലഭിക്കുന്നതുവരെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഹൃദയത്തിൽ ഒരു വിശാലതയും താല്പര്യവും ജനിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്ത് അയക്കുന്നത് കൊണ്ട് എന്താണ് യുക്തി ഉള്ളതെന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റാരുടെയും പ്രാർത്ഥനയുടെ ആവശ്യമില്ല. എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന മഹത്വം ഇതാണ്: ഏതെങ്കിലും ഒരാൾ വ്യക്തിപരമായ സ്നേഹം കാരണം മറ്റൊരാൾക്ക് അനുഗ്രഹം ആശംസിക്കുമ്പോൾ ആ വ്യക്തിപരമായ സ്നേഹബന്ധം കാരണം താൻ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്ന വ്യക്തിയുടെ അസ്തിത്വത്തിന്റെ ഒരു ഭാഗമായി തീരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹുവിന്റെ അതിരറ്റ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് കാരണം സലാത്ത് ചെല്ലുന്നവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അവരുടെ ആവേശത്തിന്റെയും താൽപര്യത്തിന്റെയും അളവനുസരിച്ച് ആ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നു. എന്നാൽ ആത്മീയമായ ആവേശത്താലും വ്യക്തിസ്നേഹത്താലും അല്ലാതെ ഈ അനുഗ്രഹങ്ങൾ അല്പം മാത്രമേ പ്രകടമാവുകയുള്ളൂ. സലാത്ത് ചെല്ലുന്ന രീതിയാണിത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയ ചില അറബി കവിതകൾ കേൾപ്പിക്കുകയാണ്. അതിൽ റസൂൽ തിരുമേനിയുടെ മഹത്വം, പദവി, വിശുദ്ധീകരിക്കുന്ന ശക്തി, റസൂൽ തിരുമേനിയോടുള്ള സ്നേഹം, ഈ സ്നേഹം ഉണ്ടായിരിക്കെ സമൂഹം അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നെല്ലാം ഇതിൽ നിന്നും മനസ്സിലാകുന്നതാണ്. ഞാൻ ഇതുവരെ കേൾപ്പിച്ചതിൽ നിന്നും സ്നേഹമല്ലാതെ മറ്റൊന്നും തന്നെ നിർഗളിക്കുന്നില്ല. എന്നിട്ടും ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും അദ്ദേഹത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നു, പദ്യങ്ങളിലും ഈ കാര്യങ്ങൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ലാ ശക്ക അന്ന മുഹമ്മദൻ ഖൈറുൽ വറ റൈഖുൽ കിറാമി വനുഖ്ബത്തുൽ അയാനി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികുലോത്തമനാണ്, വന്യരിൽ വന്യരും വരിഷ്ഠരിൽ വരിഷ്ഠരുമാണത്രേ അദ്ദേഹം.
बेशक मोहम्मद വല്ലാഹി ഇന്ന മുഹമ്മദൻ കരിദാഫത്തിൻ और आप ही के വബിഹിൽ വസൂലു ബിസുദ്ദത്തി സുൽത്താനി. फरमाया അല്ലാഹു സാക്ഷി, वही तो मैं നിശ്ചയമായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രതിനിധിക്ക് സമാനനാണ്. फरमा अहयानी അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് എത്താനുള്ള പ്രവേശം അവിടുന്ന് മുഖേന മാത്രമേ സുസാധ്യമാവുകയുള്ളൂ. ഇന്നി ലഖദ് ഉഹ്യീതു മിൻ ഇഹ്യാഇഹി വാഹൻ ലി ഇജാസിൻ ഫമാ അഹ്യാനി. सैयदी എനിക്ക് ജീവൻ ലഭിച്ചിട്ടുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, തിരുനബി എന്നെ ജീവിപ്പിച്ചത് എത്രമാത്രം അമാനുഷിക ദൃഷ്ടാന്തമാണ്. യാ സയ്യിദി ഖദ് ജീതു ബാബക ലാഹിഫൻ വൽ ഖൗമു ബിൽ ഇക്ഫാരി ഖദ് ആദാനി. हमने मुझे അല്ലയോ എന്റെ യജമാനരെ, അങ്ങയുടെ വാതിൽക്കൽ മർദ്ദിതനും ദുഃഖിതനുമായി ഞാനിതാ വന്നിരിക്കുന്നു. എന്റെ സമൂഹം കാഫിർ എന്ന് വിളിച്ച് എന്നെ വേദനിപ്പിച്ചിരിക്കുകയാണ്. तरीन गुलाम हूँ ഉൻദുർ ഇലയ്യ ബിറഹ്മത്തിൻ വതഹന്നുനിൻ യാ സയ്യിദി അന അഹ്ഖറുൽ ഇൽമാനി. അങ്ങേയറ്റത്തെ ആർദ്രതയോടും കാരുണ്യത്തോടും കൂടി അങ്ങ് എന്റെ നേരെ ദൃഷ്ടി പതിപ്പിച്ചാലും എന്റെ യജമാനരെ, അങ്ങയുടെ ഭൃത്യന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു ഭൃത്യനാണ് ഞാൻ. ജിസ്മിയ തീറുയിലേക്ക് മിൻ ഷോക്കിൻ അല യാലയത്തക്കാനത്ത് കുബത്തു തൈറാനിൻ. ആവേശത്തള്ളിച്ചയൽ അങ്ങയുടെ സന്നിധിയിലേക്ക് പറന്നുയരാൻ എന്റെ ദേഹം വെമ്പൽ കൊള്ളുകയാണ്. അഹോ, എനിക്ക് പറക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. തിരുനബിയോടുള്ള സ്നേഹത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ കൽപ്പിച്ചത്. ഇതിൽ സമൂഹം വേദനിപ്പിക്കുന്നതിനെ കുറിച്ചും ഇടക്ക് പറയുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് യഥാർത്ഥ രീതിയിൽ തിരുനബിയുടെ യഥാർത്ഥ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ കൂടി ഞാൻ അവസാനമായി അപേക്ഷിക്കുകയാണ്. ഇവർ നമ്മെ എന്തും പറഞ്ഞുകൊള്ളട്ടെ, എന്തു തന്നെ നമ്മെക്കുറിച്ച് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇവരിൽ ഭൂരിഭാഗവും അജ്ഞത കാരണം, പണ്ഡിതരോടുള്ള ഭയം കാരണം ജമാഅത്തിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവർ നമ്മുടെ യജമാനനായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി തങ്ങളെ ബന്ധിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് मानो मालिक जो है मुश्किलात का शिकार हैं अंदरूनी फसाद വിങ്ങിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴുള്ള അവരുടെ അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി നാം പ്രാർത്ഥിക്കേണ്ടതാണ്. അള്ളാഹു അവരെ രക്ഷിക്കട്ടെ. മുസ്ലിം നാടുകളിൽ ഭൂരിഭാഗവും പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര കലാപങ്ങളും തർക്കവും അവരെ നാശത്തിൽ വക്കിലാണ് എത്തിച്ചിരിക്കുന്നത്. അള്ളാഹു ഇവരോട് കരുണ ചെയ്യട്ടെ, അവർക്ക് ഇതിൽ നിന്ന് മോചനം നൽകട്ടെ. ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തകരിലും നേതാക്കന്മാരിലും ദൈവഭയമോ നീതിബോധമോ ഇല്ല. ഇതെല്ലാം അള്ളാഹു അവരിൽ ഉണ്ടാക്കട്ടെ. ഇവരുടെ പൊതുജനങ്ങൾ തെറ്റായ നേതൃത്വത്തിന്റെ പിന്നാലെ നടന്ന് തങ്ങളുടെ നാടിനോടുള്ള സ്നേഹപ്രകടനം തെറ്റായ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ദേശസ്നേഹത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിന് നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. അള്ളാഹു ഇവർക്ക് ദേശസ്നേഹം നീതിപൂർവം പ്രകടിപ്പിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നതെന്ന് നമുക്ക് ബാഹ്യമായി കാണാൻ സാധിക്കുന്നതാണ്. ये जो थोड़ी बहुत आज़ादी इन लोगों की है, अगर यही हालात रहे तो ये कहीं मुकम्मल तौर ഇവർക്കുള്ള ഈ കുറഞ്ഞ സ്വാതന്ത്ര്യം ഇതേ അവസ്ഥ തുടർന്നു പോവുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും അടിമത്തത്തിലേക്ക് മാറ്റപ്പെടുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വളരെയധികം ദുആ ചെയ്യേണ്ടതാണ്. ഇസ്ലാമിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വിവിധ സംഘടനകൾ അള്ളാഹുവിനെയും തിരുനബിയെയും ഇസ്ലാമിനെയും ദുഷ്കീർത്തിക്ക് കാരണമാക്കുന്നവരാണ്. अल्लाह ताला इनसे भी जल्द उम्मत को छुटकारा दिलवाए। അള്ളാഹു ഇവരിൽ നിന്നും ഈ ഉമ്മത്തിന് മോചനം നൽകുമാറാകട്ടെ. ലോകത്തിനും മോചനം ലഭിക്കട്ടെ. ഇവർ ലോകത്തിന് തന്നെയും ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. ഇവർ ഇസ്ലാമിന്റെ മനോഹര മുഖത്തെ വികൃതമാക്കാനാണ് ശ്രമിക്കുന്നത്. ഇസ്ലാമിന്റെ മനോഹര സന്ദേശത്തെ എല്ലാവരിലും എത്തിക്കാനുള്ള ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെ മുമ്പിൽ ഇവരുടെ ഈ നീചമായ പ്രവർത്തനങ്ങളും വരുന്നു. ഇസ്ലാമിന്റെ എതിരാളികൾ അവരുടെ പ്രവർത്തനമാണ് നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ഇവരിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പ്രവാചക സ്നേഹത്തിൽ മുന്നോട്ട് ഗമിക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കടമകളും ബാധ്യതകളും നിറവേറ്റാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. में बढ़ाए और अपने फराइज और हुकूक अदा करने की तौफीक अता फरमाए। अभी जुमे के बाद, नमाजों के बाद मैं 2 जनाजे भी पढ़ाऊंगा। एक तो हाजिर जनाजा है, आ गया हुआ है ना, जो मुकर्रम एहसानुल्लाह साहब कराची का था, जो इन दिनों ജുമാക്കും നമസ്കാരങ്ങൾക്കും ശേഷം
2 ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് ഹാദിറായ ജനാസയാണ്. कैंसर के आर्जी की वजह से वफात पा गए। ഇത് ഈസാനുള്ള സാഹിബ് കറാച്ചിയുടേതാണ്. UK-യിലായിരുന്നു. ഇപ്പോൾ पोते भी थे। ജനുവരി 19 56 വയസ്സിലാണ് വഫാത്തായത്. ക്യാൻസർ രോഗിയായിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അഹമ്മദ്ദീൻ സാഹിബ് സഹാബി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയായിരുന്നു. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളും സേവന തൽപരനും വാത്സല്യവാനും ക്ഷമാശീലനും നന്ദി പ്രകടിപ്പിക്കുന്നവനും ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുന്ന ആളും സൽസ്വഭാവിയുമായിരുന്നു. सासू और उसकी മുഖ്ലിസും സ്വാത്വികനുമായിരുന്നു. മാതാപിതാക്കളെ വളരെയധികം സേവിച്ചിരുന്നു. ഭാര്യ മക്കളോട് എപ്പോഴും സ്നേഹത്തിലാണ് ബന്ധപ്പെട്ടിരുന്നത്. അവരോട് ഒരിക്കലും കഠിനമായി പെരുമാറിയിട്ടില്ല. വല്ലപ്പോഴും അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് उनका खुद कफील हो। തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരക്രിയ ചെയ്യുമായിരുന്നു. അള്ളാഹു തആല ഇദ്ദേഹത്തോട് കരുണ ചൊരിയുമാറാകട്ടെ. ഇവരുടെ മക്കൾ പാകിസ്ഥാനിലാണ്. തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. അള്ളാഹു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. കഴിഞ്ഞ 10-12 വർഷമായി ഇവിടെ UK-യിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. 3-4 അസൈലമിന് വേണ്ടി വന്നിരുന്നു. 3-4 വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ കേസ് വിജയിച്ചത്. ഷൂബെ ജായിദാദ് വകുപ്പിൽ ഇവിടെ ജമാഅത്തിനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മസ്ജിദുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പുറമെ 6 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണുള്ളത്. അള്ളാഹു എല്ലാവരുടെയും പരിപാലകനായി തീരട്ടെ. इनको 10 साल രണ്ടാമത്തെ ജനാസ ഗായിബാണ്. അല നജിമി സാഹിബിന്റേതാണ്. मेहमान है, लेकिन ഇക്രിമ നജിബി സാഹിബിന്റെ മൂത്ത സഹോദരനായിരുന്നു. 10 വർഷം മുമ്പ് കരളിൽ ക്യാൻസർ ബാധിച്ചിരുന്നു. ഇദ്ദേഹം കുറച്ചു മാസത്തെ അതിഥിയാണെന്നാണ് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 10 വർഷം വരെ അതിന് ശേഷം അദ്ദേഹം ജീവിച്ചു. 2012 ഡിസംബർ 9 വഫാത്താകുന്ന ആ ദിവസം അദ്ദേഹം വീട്ടിൽ ഒറ്റക്കായിരുന്നു. മൂത്ത മകൾ സ്കൂളിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ അവളോട് പറഞ്ഞു, എന്നെ അല്പം ഒറ്റക്ക് വിടുക, ഞാൻ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് മകൾ പോയപ്പോൾ നമസ്കാരം കഴിഞ്ഞ് കട്ടിലിൽ കിടന്ന് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം സ്വാത്വികനും മുഖ്ലിസുമായിരുന്നു. ഫലസ്തീൻ വാസിയായിരുന്നു. ഖിലാഫത്തിനോട് അതിരറ്റ സ്നേഹമുള്ള ആളും ജമാഅത്തി പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ആളുമായിരുന്നു. വിവിധ അറബികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറബി പ്രോഗ്രാം അൽ ഹിവാരുൽ മുബാഷിറ എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അറബ് ഡെസ്കിൽ നിന്നും ഖുത്ബയുടെ തർജ്ജമ, और इनके बच्चों में वालदैन लवाहिकीन में भी वालदैन भी हैं और बीवी और വിവിധ പുസ്തകങ്ങളുടെ പ്രൂഫ് റീഡിംഗ് എന്നിവ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം മൂസിയായിരുന്നു. മാതാപിതാക്കളും ഭാര്യയും 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണുള്ളത്. ഏക മകൻ 5ാം ഖിലാഫത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ജനിച്ചത്. അതുകൊണ്ട് കുട്ടിയുടെ പേര് മസ്റൂർ എന്നാണ് വെച്ചിരിക്കുന്നത്. के मरहूम और मुकर्रम मुस्तफा साबित साहब ഹാനി താഹിർ സാഹിബ് ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു. പരേതനും മുസ്തഫ സാബിക് സാഹിബും സ്നേഹം, വിശുദ്ധി, വാത്സല്യം, രോഗാവസ്ഥയിൽ ക്ഷമാശീലം, പരാതി പറയുന്നതിൽ നിന്നും വിട്ടുനിൽക്കൽ, വിനയം എന്നിവയിൽ ഒരുപോലെയായിരുന്നു. बीमारी का मुकाबला എന്നാൽ काम किया। അത്ഭുതമെന്ന് പറയട്ടെ, 2 പേരുടെയും രോഗം യഥാർത്ഥത്തിൽ ദീർഘകാലം ജീവിക്കാൻ കഴിയാത്തതായിരുന്നു. ഒരു ജോലിയും അവർക്ക് ചെയ്യാനും സാധിക്കുമായിരുന്നില്ല. എന്നാൽ 2 പേരും ഒരു ദീർഘകാലം രോഗത്തെ നേരിട്ടു വളരെയധികം സേവനം ചെയ്യുകയും ചെയ്തു. ഇത് ശരി തന്നെയാണ്. മർഹൂം അലാ സാഹിബ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളും എന്റെ ഖുത്ബകളും ഖുത്ബ ജുമയും उनकी तरफ से आखिरी खत जो എന്നിവയുടെ തർജ്ജമയുടെ പ്രൂഫ് റീഡിംഗ്, ചെക്കിംഗ് എല്ലാം ചെയ്തിരുന്നു. ശക്തമായ രോഗം നിലനിൽക്കെ തന്നെ വളരെ പ്രയാസപ്പെട്ട് ഈ പ്രവൃത്തിയെല്ലാം ചെയ്തിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ലഭിച്ച അവസാന കത്ത് ജാമിയയിലെ കുട്ടികളോട് ഞാൻ ചെയ്ത പ്രസംഗത്തിന്റെ തർജ്ജമയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അള്ളാഹു ഇതിനുള്ള തൗഫീഖ് നൽകുന്നു എന്നതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. इस पर शुक्र अदा किया करते थे कि अल्लाह ताला इसकी तौफीक दे रहा है। ताहिर नदीम साहब लिखते हैं कि अला नजमी साहब की खास सिफत यह थी कि उन्हें नेकी करने की बहुत जल्दी थी। उन्हें मालूम हो गया था कि जिंदगी के दिन थोड़े हैं, इसलिए बाकी दिनों को ज्यादा से ज्यादा अमाल साले താഹിർ നദീം സാഹിബ് എഴുതുന്നു, അല നജ്മി സാഹിബിന്റെ ഒരു സവിശേഷ ഗുണം എന്നത് നന്മ പ്രവർത്തിക്കാൻ ധൃതി കാട്ടുമായിരുന്നു. ജീവിതത്തിന്റെ ആയുസ് കുറവാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ശേഷിക്കുന്ന ദിവസങ്ങൾ സൽപ്രവർത്തനങ്ങളിൽ കൊണ്ട് നിറക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. वो ये काम तंदही से എല്ലാ ഖുത്ബകളുടെയും തർജ്ജമ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. ഖുത്ബ വല്ല കാരണത്താലും അദ്ദേഹത്തിന് അയച്ചിട്ടില്ലെങ്കിൽ ഈ പ്രാവശ്യം ഖുത്ബ എന്തുകൊണ്ട് വന്നിട്ടില്ല എന്ന പരാതി ഇമെയിൽ മുഖേന അയക്കുമായിരുന്നു. അദ്ദേഹത്തിന് രോഗമായ കാരണം കാഴ്ച കുറവായിരുന്നെങ്കിലും
വളരെ താല്പര്യത്തോടുകൂടി ഇതെല്ലാം ചെയ്തിരുന്നു. പലപ്പോഴും അറബി ഡെസ്കിന് തനിക്ക് രോഗം കൂടുതലാണ് എന്ന് ഇമെയിൽ അയക്കും. എന്നിട്ട് പറയും, ജമാഅത്തിന്റെ വല്ല ജോലിയും ഉണ്ടെങ്കിൽ ഉടനെ അയച്ചു തരിക എന്ന് പറയും. രോഗത്തിൽ നിന്നും മോചനത്തിനുള്ള കാരണമായി അദ്ദേഹം കണ്ടിരുന്നത് ജമാഅത്തിന് ജോലി ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ പറയാറുള്ളത്, രോഗത്തെക്കുറിച്ച് എഴുതുന്നത് ദുആ ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് നൽകുന്ന ജോലി നിർത്തിവെക്കണം എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഅ്മിൻ താഹിർ സാഹിബ് പറയുന്നു, ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്നു, ദൈവ വിധിയിൽ തൃപ്തരായിരുന്നു. തവക്കുലും ഖിലാഫത്തിനുള്ള ആത്മാർത്ഥ സ്നേഹവും കൂറും ജമാഅത്ത് സംവിധാനത്തോടുള്ള അനുസരണവും അറബി ഡെസ്കിന് നൽകിയിരിക്കുന്ന വൈജ്ഞാനികമായ നിസ്തുല സേവനവും അതിസൽക്കാരവും എന്നിവ അദ്ദേഹത്തിന്റെ സവിശേഷ ഗുണങ്ങളായിരുന്നു. തന്റെ കുട്ടികളെയും ഖിലാഫത്തിനോടും ജമാഅത്തിനോടും വളരെ അടുത്ത സ്നേഹബന്ധം നിലനിർത്താൻ ശ്രമിച്ചു. അവരെ ഉറുദു പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉറുദു പദ്യങ്ങൾ മനഃപ്പാടമാക്കി കൊടുത്തു. അപകടകരമായ ക്യാൻസർ പോലുള്ള രോഗമായിരുന്നിട്ട് കൂടി എല്ലാ ജൽസയിലും വരാൻ ശ്രമിച്ചിരുന്നു. മറ്റു അതിഥികളോടൊപ്പം താഴെ കിടക്കുമായിരുന്നു. വളരെ വിനയത്തോടും നിശബ്ദതയോടും ഖിലാഫത്തിന് സേവനം ചെയ്യുന്ന വ്യക്തികളായിരുന്നു. ജീവിതത്തിന്റെ അവസാനം വരെ അദ്ദേഹം സുത്യർഹമായ സേവനം ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ. രോഗിയായ അവസ്ഥയിൽ കുട്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളത്, അള്ളാഹു ഒരിക്കലും എന്റെ മക്കളെ പാഴാക്കുകയില്ല എന്നാണ്. അദ്ദേഹത്തിന് തന്റെ മക്കളെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷയും ദുആയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ സ്വയം അവരുടെ പരിപാലകനായി തീരട്ടെ. അറബ് ലോകത്ത് ഇദ്ദേഹത്തെ പോലെയുള്ളതും ഇതിനേക്കാളും ഉത്തമമായിരിക്കുന്ന ആളുകളെ ഖിലാഫത്തിന് സഹായികളായി നൽകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.